ഡൽഹിയിലെ അധികാര കസേരയിലിരുന്ന് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിയമങ്ങൾ എഴുതുന്നവർക്ക് പഞ്ചാബിലെ സാധാരണക്കാരായ കർഷകരും ജനങ്ങളും നൽകിയ കരണത്തടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഇത് കേവലം ഒരു മുനിസിപ്പൽ ഭരണമാറ്റമല്ല, മറിച്ച് ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിനും BJPക്കും പഞ്ചാബിന്റെ മണ്ണ് നൽകിയ കൃത്യമായ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന വഞ്ചനയുടെ രാഷ്ട്രീയത്തിന് ഇവിടെ സ്ഥാനമില്ല എന്നും ഈ ഫലം അടിവരയിട്ട് പറയുന്നു. ആകെ നടന്ന 1977 വാർഡുകളിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി 886 വാർഡുകൾ തൂത്തുവാരി വൻ വിജയം നേടിയപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വെറും 153 വാർഡുകളിലേക്ക് ഒതുക്കപ്പെട്ട് ദയനീയമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഒരു സംസ്ഥാനത്ത് പ്രധാന പ്രതിപക്ഷമാകാൻ കൊതിക്കുകയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന BJP ഇവിടെ കോൺഗ്രസിനും പ്രാദേശിക കക്ഷിയ ശിരോമണി അകാലിദളിനും പിന്നിലായിട്ട് 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. അതിലും നാണക്കേട് എന്തെന്നാൽ പാർട്ടി ചിഹ്നമില്ലാത്ത സ്വതന്ത്രമായിട്ട് മത്സരിച്ച സാധാരണക്കാർ പോലും 246 വാർഡുകൾ നേടിയപ്പോൾ കേന്ദ്രത്തിലെ വൻ സന്നാഹങ്ങളുള്ള ഒരു പാർട്ടിക്ക് അതിന്റെ പകുതി പോലും സീറ്റുകൾ തികയ്ക്കാനായില്ല എന്നതാണ്. ഈ തകർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കർഷക വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവന്നും വിയർപ്പൊഴുക്കുന്ന കർഷകരെ കോർപ്പറേറ്റുകൾക്ക് പണയപ്പെടുത്താൻ ശ്രമിച്ചും കേന്ദ്ര സർക്കാർ കാണിച്ച ദ്രോഹങ്ങൾക്ക് പഞ്ചാബിലെ ജനങ്ങൾ നൽകിയ കടുത്ത പ്രഹരമാണിത്. അതിർത്തികളിൽ മാസങ്ങളോളം തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ കർഷകരെയും സാധാരണക്കാരെയും അവഗണിച്ച നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അടങ്ങാത്ത അമർഷം വോട്ടുകളായിട്ട് മാറിയപ്പോൾ BJPക്ക് നിലം തൊടാൻ കഴിഞ്ഞില്ല. കോർപ്പറേറ്റ് അനുകൂല നയങ്ങളും പഞ്ചാബിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കുമുള്ള കൃത്യമായ മറുപടിയാണിത്. ദേശീയ തലത്തിൽ BJP എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാന തന്ത്രമാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ വാദം. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരേ പാർട്ടി ഭരിച്ചാലേ വികസനം ഉണ്ടാകുമെന്ന ഇവരുടെ പൊള്ളയായ അവകാശവാദത്തെ പഞ്ചാബിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തങ്ങൾക്ക് വേണ്ടത് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണമാണെന്നും അല്ലാതെ ഡൽഹിയിൽ നിന്നും റിമോട്ട് കൺട്രോളിലൂടെ ഭരിക്കുന്ന കോർപ്പറേറ്റ് താല്പര്യങ്ങളല്ല എന്നും ജനവിധി തെളിയിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വശം കൂടിയുണ്ട്. അത് ഈ വോട്ടെടുപ്പ് നടന്ന രീതിയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസത്തെക്കുറിച്ച് രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ പഞ്ചാബിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് പരമ്പരാഗതമായ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചാണ്. ജനാധിപത്യ പ്രക്രിയ തികച്ചും സുതാര്യമായി ജനങ്ങളുടെ യഥാർത്ഥ വികാരം പ്രതിഫലിക്കുന്ന ബാലറ്റ് പേപ്പറിലൂടെ നടന്നപ്പോൾ BJPക്ക് വൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ജനവികാരം കൃത്യമായി രേഖപ്പെടുത്തിയപ്പോൾ BJPയുടെ അപ്രമാദിത്വം തകർന്നടഞ്ഞു എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇപ്പോൾ ശക്തമായി വാദിക്കാം. 2027 നടക്കാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിട്ടാണ് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ നിരീക്ഷകരും കണ്ടിരുന്നത്. ഈ സെമി ഫൈനലിൽ BJPക്ക് നേരിടേണ്ടി വന്നത് പൂർണ്ണമായ തുടച്ചു നീക്കലാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ പഞ്ചാബ് പൂർണ്ണമായിട്ട് നിരസിച്ചുവെന്ന് മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. ഇത് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കം മാത്രമാണ്. ഡൽഹിയിലെ ഭരണാധികാരികൾക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുത്ത കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പഞ്ചാബിന്റെ ഈ ശക്തമായ ജനവിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട.